ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനും അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ വിളവ് കിട്ടുന്ന ഒരു കൃഷിയാണ് കേട്ടോ കയ്പ്പയ്ക്ക. അപ്പോൾ അത് വിത്ത് മുതൽ നമുക്ക് കായ് കിട്ടുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട് സ്ഥലം ഇല്ലാത്തവരായിരിക്കും, ടൈം ഇല്ലാത്തവരായിരിക്കും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ തീർച്ചയായും കയ്പ്പയ്ക്ക കൃഷി ഇതുപോലെ എന്തായാലും നിങ്ങൾ വീട്ടിൽ ചെയ്യും. വളരെ എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു മാവിലാണ് ഞാൻ അത് കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആഴ്ചയിൽ ഏകദേശം ഒരു 3 ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു 6-7 എണ്ണം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാം അതിൽ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിത് ഏകദേശം മാവിൽ ചെയ്തതാണ്. പിന്നെ അതല്ലാതെ ഞാൻ മുകളിൽ വേറെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി കുറച്ച് വളങ്ങളൊക്കെ ഞാൻ കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ വളമൊക്കെ കൂട്ടി ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗ്രോ ബാഗിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേർക്കണം നോക്കാം. അപ്പോൾ ഞാനിത് വേപ്പിൻ പിണ്ണാക്കാണ്, അത് 1 കിലോ ചേർക്കുന്നുണ്ട്. 2 കിലോനാണ്. പിന്നെ നമുക്ക് ഡോളോമേറ്റാണ്, നമുക്ക് മണ്ണിൻ്റെ പുളിപ്പൊക്കെ കളഞ്ഞ് കറക്റ്റാക്കി മണ്ണ് പാകത്തിനാക്കാനാണ് കേട്ടോ. പിന്നെ നമുക്ക് ചാണകപ്പൊടിയാണ്, ചാണകപ്പൊടിയും ഏകദേശം ഒരു 2 കിലോനോളം ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ കയ്പ്പയ്ക്കയ്ക്ക് മാത്രമല്ല കേട്ടോ, അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്താണ്. അപ്പോൾ എല്ലുപൊടിയാണ്, അപ്പോൾ എല്ലുപൊടിയും ഞാൻ ഏകദേശം ഒരു 2 കിലോ എടുത്തിട്ട് അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് മണ്ണിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. പിന്നെ ചകിരിച്ചോറ് മസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ വിത്ത് തൊട്ട് ചെയ്യുകയാണ് വെച്ചാൽ നമ്മൾ ചകിരിച്ചോറ് ഇട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വേരിറങ്ങാനും അതുപോലെ ചെടി പെട്ടെന്ന് ഗ്രോത്ത് ആവാനൊക്കെ വളരെ ഹെൽപ്പാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മണ്ണ് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ഗ്രോ ബാഗിലാക്കിയിട്ട് നമുക്ക് കയ്പ്പയ്ക്ക കൃഷി ചെയ്യാവുന്നതാണ്. കയ്പ്പയ്ക്ക മാത്രമല്ല കേട്ടോ, നമ്മൾ എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും ആദ്യത്തെ സ്റ്റേജ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഹെൽപ്പിന് വരുന്നൊരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി എനിക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാനിത് ഗ്രോ ബാഗിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോ ബാഗിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന വെള്ളമാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ജൈവസെറിയൊക്കെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ കിട്ടണം വെച്ചാൽ നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗിൽ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വെച്ചാൽ നല്ല ഡ്രമ്മിൽ അല്ലെങ്കിൽ ബക്കറ്റുകളിലൊക്കെ ആക്കി ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചകിരിയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിത്തിന് വേണ്ടി എടുത്തേക്കുന്നത് ഇതുപോലെ നന്നായി പഴുത്ത കയ്പ്പയ്ക്കയുടെ കുരുവാണ് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം ഇപ്പം തന്നെ ചെറിയ മുളയൊക്കെ പൊട്ടി വരാനാവുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ വിത്താണ് വെച്ച് നമുക്ക് നല്ല ആരോഗ്യത്തോടെയുള്ള കയ്പ്പയ്ക്കേനെ കിട്ടും. അപ്പോൾ ഏകദേശം ഇതുപോലെ നന്നായി പഴുത്ത കയ്പ്പയ്ക്കേനെ എടുക്കാൻ നോക്കുക. അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഒരു കയ്പ്പയ്ക്കയുടെ തന്നെ നമുക്ക് പഴുക്കാനായിട്ട് വിട്ട് വയ്ക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നമുക്ക് എല്ലാം കൂടെ ഒരു ഗ്രോ ബാഗിൽ തന്നെ നമുക്കത് ഇട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെടി വന്നതിന് ശേഷം മാറ്റാവുന്നതാണ്. നമ്മളിടുന്ന എല്ലാ വിത്തുനിന്നും നല്ല ആരോഗ്യത്തോടെയുള്ള ചെടികൾ വരാനൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യം എല്ലാ വിത്തും നട്ട് വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വരുന്ന നല്ല ആരോഗ്യത്തോടെയുള്ള ചെടികൾ മാത്രമായിട്ട് എടുക്കുക. ഞാനിവിടെ 2 ഗ്രോ ബാഗിലാക്കിയിട്ട് ഒരു 3 തൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും വളരുന്ന സമയത്ത് നമുക്ക് ആരോഗ്യത്തോടെ വളരുന്നത് മാത്രം നിർത്തിയിട്ട് അല്ലാത്തത് നമുക്ക് എടുക്കുക. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മാസം ആകുമ്പോഴേക്കും ഇതേപോലെ കയ്പ്പയ്ക്ക എനിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഏകദേശം ഒരു 6-7 കയ്പ്പയ്ക്ക എങ്കിലും കിട്ടും. അപ്പോൾ നമുക്കൊരു കുടുംബത്തിന് വേണ്ട കയ്പ്പയ്ക്ക നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ തൊട്ട വീട്ടിലൊക്കെ കൊടുക്കാറുണ്ട്. അത്രത്തോളം കയ്പ്പയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലെ ജൈവസെറിയുടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനത് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന കാരണം ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ജൈവസെറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതുപോലെ പച്ചക്കറി കൊണ്ടുള്ള വളം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് പോയി കണ്ടു നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരുപാട് കെയറിങ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഒരുപാട് മരുന്ന് തെളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കയ്പ്പയ്ക്കയിൽ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുമ്പളങ്ങ ആണെങ്കിലും അപ്പോൾ നമുക്ക് സ്ഥലമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് കാണിച്ചു തന്നത്.
അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കൃഷിയാണ് കേട്ടോ. അപ്പം നമുക്ക് പന്തലൊന്നും ഇടാൻ സ്ഥലമില്ല എന്നൊക്കെ വിചാരിക്കുന്നവരാണെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ മാവ് അതേപോലെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ നമുക്ക് കയറ്റി വിടുകയാണെന്ന് വെച്ചാൽ, പക്ഷെ നമുക്കത് കയ്യെത്തി വിരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചാലും മതിയിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് മാത്രമല്ല, ഞാൻ അതിന് വേണ്ടി വേറെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറൊരു കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം അത്യാവശ്യം വേണ്ട പച്ചക്കറി എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. വാഴയ്ക്കാണെങ്കിലും അതുപോലെ കുമ്പളങ്ങ, മുരിങ്ങക്കായ്, അതേപോലെ കോവയ്ക്ക, കയ്പ്പയ്ക്ക, അങ്ങനെ അത്യാവശ്യം എല്ലാ പച്ചക്കറികളും ഞാൻ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ രാവിലെ എണീച്ചിട്ട് ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കാനും, അതേപോലെ രാവിലെ എണീച്ച് ഇതിനൊക്കെ പൂ വന്നു, അതുപോലെ എത്ര കായൊക്കെ വന്നു എന്നൊക്കെ നോക്കാനൊക്കെ ആയിട്ട് നമുക്ക് വളരെ ഹാപ്പി ആയിരിക്കും. നമുക്ക് രാവിലെ എണീച്ച് അതിനൊക്കെ നോക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നോക്കിയപ്പോൾ മാവും ഇതുപോലെ നന്നായി പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പപ്പായയും നന്നായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പായയൊക്കെ കൃഷി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ ഞാൻ കുമ്പളങ്ങ ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കയറി നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ തക്കാളി കൃഷി, വെണ്ടയ്ക്ക കൃഷി, അതുപോലെ ചീര കൃഷി, അതൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വീട്ടിലിങ്ങനെ ചെയ്യാൻ താല്പര്യമൊക്കെ ഉള്ളവരാണ് വെച്ചാൽ തീർച്ചയായും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി നോക്കുക. അപ്പോൾ ഇത് മാത്രമല്ല, ബ്യൂട്ടി ടിപ്സ്, കിച്ചൺ ടിപ്സ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.